ഹായ് ഫ്രണ്ട്സ്, ഞാനും വൈഫും കൂടെ ഇന്നൊന്ന് പുറത്തേക്ക് പോവുകയാണ്. വേറൊന്നുമില്ല, എൻ്റെ ലീവ് തീർന്നു. കാരണം ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നു. മോളെ കൊണ്ടുപോകാൻ പറ്റിയില്ല, കാരണം അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നതുകൊണ്ട് വൈഫിൻ്റെയിലാണ് ഫോൺ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവളായിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. വൈഫ് ചെരുപ്പൊക്കെ എടുത്തിരുന്നുണ്ട്. ഞാൻ നേരത്തെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകെ കാണാം. ആദ്യമായിട്ടാണ് വൈഫ് ഒരു വീഡിയോയിൽ മുന്നിൽ വരുന്നത്. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് കുറച്ച് വെയിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോകാമെന്ന് വെച്ചത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ഞാനും വൈഫും വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് സാധനം മേടിക്കാനായിട്ട്. ഇന്ന് കണ്ടില്ല, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഇന്നിപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല വെയിലായിട്ട് റോഡൊക്കെ ഇപ്പം നല്ല ഇതായി ഉണങ്ങി കിടക്കുവാണ്. അപ്പോൾ ഇത് നമ്മളെ വിളക്കാട് അമ്പലമാണ്. അതുവഴിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ച് ദൂരം പോകാനേ ഉള്ളൂ ഞങ്ങൾക്ക് സാധനം മേടിക്കാനുള്ള കടയിലേക്ക്. അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചാൽ മേടിക്കാം. ഇതിപ്പോൾ നമ്മൾ കടയിലെത്തി. ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ നിന്നാണ്, ഈ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വൈഫ് ഇപ്പം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഓരോന്നായിട്ട് പറക്കി എടുത്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഈ കടയിൽ നിന്ന് ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ബാക്കി ഇനിയിപ്പോൾ വേറെ കടയിൽ നിന്ന് മേടിച്ച്, ബാക്കി അത് കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് വന്നതുകൊണ്ട് അവൾ കരയുമെന്നറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പർച്ചേസൊക്കെ തീർത്ത് വീട്ടിലെത്തി. ഇനിയിപ്പോൾ അടുത്ത പെട്ടി പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ പിറകെ വരും. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.